എല്ലാവർക്കും നമസ്കാരം. മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണേ. 105ാമത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ മേഘന്റെ വീട്ടിൽ ചെന്നേക്കുവാണ്. മേഘ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അപ്പം മേഘൻ ഇറങ്ങി വരുന്നുണ്ട്. മേഘനൊരു സംശയമുണ്ട് പണി പാളിയോന്ന്. ഇറങ്ങി വന്നപ്പോ കണ്ണൻ പറയുവാണ്, നീ ഇങ്ങോട്ടൊന്ന് നിന്നേ, നിന്റെ മുഖത്ത് എന്തോ ഒരു മറകുണ്ടെന്ന് നോക്കട്ടെ എന്ന് പറയുവാണ്. അപ്പൊ പറയുന്നു, എന്തിനാ ചോദിക്കുവാണ്. അല്ല, നീ ഒന്ന് കുനിഞ്ഞു നിന്നെ ഒരു കാര്യം പറയണമെന്ന് പറയും. എന്നിട്ട് മേഘൻ ഒറ്റ അടി കൊടുക്കുവാണ് കണ്ണന്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ അടി എന്തിനാന്ന് അറിയാമോന്ന്. അപ്പൊ മേഘൻ ഒന്നും അറിയാൻ നിൽക്കുവാണ്. അപ്പൊ പറയുവാണ്, നീയേ നീ ഞങ്ങളുടെ കല്യാണത്തിന് ഒന്നും നീ വന്നിട്ടില്ലല്ലോ, വീഡിയോയിലും ഫോട്ടോയിലും ഒന്നും ഇല്ലായിരുന്നല്ലോ നീ. ഞങ്ങൾ ഇവിടെ വന്നപ്പോ നീ മുഖത്ത് ഷേവിംഗ് ക്രീം തേച്ച് വെച്ചോണ്ട് നടക്കുമായിരുന്നു. പല പ്രാവശ്യം ഇയാൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്, എന്നിട്ട് പോലും നീ ഫേസ് കൊടുത്തിട്ടില്ല, നീ ഇവിടെ ഇല്ലെന്നാ പറഞ്ഞത്, എന്താടാ കാരണം ചോദിക്കുക. അപ്പൊ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ മഹാലക്ഷ്മി പറയുവാണ്, കാരണം ഞാൻ പറയാം കണ്ണേട്ട, എനിക്ക് കല്യാണത്തിന് മുമ്പ് ഇവനെ അറിയായിരുന്നു. ഞാനൊരു ദിവസം അമ്പലത്തിൽ പോയപ്പോ ഇവനും ഇവന്റെ കൂട്ടാളികളും കൂടെ എന്നെ ഹരാസ് ചെയ്ത് എന്റെ കയ്യെ കയറി പിടിച്ചു. അന്ന് കണ്ണേട്ടൻ കൊടുത്ത പോലൊരടി ഞാൻ ഇവനിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുവാണ്. അപ്പോഴത്തേനും വാമനെല്ലാം കൂടെ പറയുവാണ്, കണ്ണാ നീ വെറുതെ നിന്റെ ഭാര്യ പറയുന്ന കേട്ടിട്ട് എന്റെ കുഞ്ഞിനെ സംശയിക്കാതെ എന്നൊക്കെ പറയുവാണ്. അപ്പൊ കണ്ണൻ പറയുവാണ്, ഇത് ചെയ്ത് നടന്ന കാര്യമാണ്. അപ്പൊ മേഘൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നും ഓർത്തില്ല, ഞാനൊന്നും ഇങ്ങനെ ചെയ്തില്ലെന്ന് പറയുവാണ്. അപ്പൊ കണ്ണൻ പറയുവാണ്, പോട്ടെ, ഇത് പോട്ടെ, മഹാലക്ഷ്മി നുണ പറഞ്ഞത്. ഈ സാഗർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ പുറകിലാര ഇവനാണ്, അത് സാഗറിന്റെ വായും തന്നെ ഞാൻ കേട്ടെന്ന് പറയുക. അപ്പഴത്തേനും അമ്മാവനും അമ്മായിയും സ്വാതി എല്ലാം ഞെട്ടുവാണ്. അപ്പൊ മേഘനും മനസ്സിലായി പണി പാളിയെന്ന്. എന്നിട്ട് കണ്ണൻ പറയുവാണ്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു സാഗറിന്റെ വായിന്ന്. ഇവനാണ് സാഗറിന്റെ ഇതിന്റെ പുറകിലുള്ള ആള്. ഇവനാണ് ഫിനാൻസിലേക്ക് അവനെ കയറ്റി വിട്ടത്, എന്നെ മഹാലക്ഷ്മിയും തമ്മിൽ തെറ്റിക്കാണെന്ന് പറയുവാണ്. എന്നിട്ട് മഹാലക്ഷ്മി പറയുവാണ്, താൻ ഇനി സാഗറിനേക്കാളും വലിയ സുന്ദരനെ കൊണ്ടുവന്നാലും എന്നെ തെറ്റിക്കാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാം കണ്ണേട്ടന്റെ സ്വത്തിന് വേണ്ടിയാണ് നിങ്ങളെല്ലാം കണ്ണേട്ടനെ സ്നേഹിക്കുന്നു പറഞ്ഞ് കാണിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് എന്നെ കണ്ണേട്ടനെ മതി. കണ്ണേട്ടന്റെ കുറവുണ്ടെങ്കിൽ അതിന് പകരമാണ് എന്നെ ഭാര്യയായി കിട്ടിയത്. അതുകൊണ്ട് ഞാനുള്ളത്തോളം കാലം എന്റെ കണ്ണേട്ടന്റെ കൂടെ ഞാൻ ജീവിക്കും. അതിന് ഇനി ആരും ഞങ്ങളെ സെപ്പറേറ്റ് ആക്കാൻ നോക്കിയാലും അതിനകത്തൊന്നും വീഴത്തില്ലെന്ന് പറയുവാണ്. അപ്പൊ വാമനും എല്ലാരും ഇങ്ങനെ നിൽക്കുവാണ്. നിന്റെ ഭാര്യ പറഞ്ഞൊന്നും നീ കേക്കല്ല്, ഇവിടെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാ നോക്കുന്നതൊക്കെ ഇരുന്ന് പറയുവാണ് അമ്മാവനും അമ്മായിയും എല്ലാരും കൂടെ. അപ്പം മേഘനാണെങ്കിൽ ഒന്നും സമ്മതിക്കുന്നില്ല. അപ്പൊ മേഘൻ പറയുവാണ്, നീ എന്നെ തകർക്കാൻ വേണ്ടി തന്നെയാണല്ലേ വന്നേക്കുന്നതെന്ന്. അപ്പൊ കണ്ണൻ പറയുവാണ്, നീ കൂടുതൽ ഭീഷണിപ്പെടുത്തുകയൊന്നും വേണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെ ഞാൻ വിശ്വസിച്ചായിരുന്നു, നീ നല്ലവനായെന്ന് ഓർത്തിട്ടാണ് മഞ്ജുനെ നിന്നെ കെട്ടാമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് എനിക്ക് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും. ഈ കല്യാണം നടത്തണോ വേണ്ടെന്ന് എനിക്ക് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും എന്ന് പറയുവാണ്. അപ്പം മേഘൻ അയ്യോ അയ്യോ എന്നൊക്കെ വെക്കുവാണ്. അപ്പൊ കണ്ണൻ പറയുവാണ്, എനിക്ക് ഏറ്റവും വലുത് എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യ പറഞ്ഞാണ് എനിക്ക് വിശ്വാസം. സാഗറിന്റെ കാര്യത്തിൽ പോലും ഞാൻ ഇയാളെ സംശയിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് സംശയം ഉണ്ടെന്ന് ഞാൻ കാണിച്ചതാണ്. എനിക്ക് എന്റെ ഭാര്യയാണ് ഏറ്റവും വലുത്. അതിന് എനിക്ക് എന്റെ രണ്ടാനമ്മയെക്കാട്ടിലും എന്റെ അമ്മാവൻ അമ്മായി നിങ്ങളെ എല്ലാരെക്കാട്ടിലും വലുത് എന്റെ ഭാര്യയാണ്. കാര്യം കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടേ എനിക്ക് എന്റെ ഭാര്യയെ നന്നായിട്ട് അറിയാമെന്ന് പറയുവാണ്. അപ്പം മേഘനാണെങ്കിൽ എന്തെന്നറിയാതെ നിൽക്കുവാണ്. അപ്പൊ എന്നിട്ട് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ ഇനി ഈ കല്യാണത്തിന് എന്തായാലും കൂട്ടം നിൽക്കത്തില്ല, ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ്. അപ്പം അമ്മായി പറയുവാണ്, അവൻ ഒരെണ്ണം കൂടെ കൊടുക്കുവാമേട്ട അവന്റെ അപ്പുറത്തെ ചെവി കവിളിലിട്ടെന്ന്. അപ്പൊ എന്നിട്ട് പറയണം, നീ എന്തൊക്കെയാടാ ഒപ്പിച്ച് വെക്കുന്നതെന്ന് പറയുക. എനിക്കൊന്നും അറിയത്തില്ല, അവരെല്ലാം നുണയാ പറഞ്ഞെന്ന് മേഘൻ പറയുവാണ്. എന്നിട്ട് മേഘൻ പറയുവാണ്, എന്താണ് ഒരു തീരുമാനം ഉണ്ടാക്കും, രണ്ടെണ്ണത്തിന് ഞാൻ വക വരുത്തും. അവൻ ഇനിയും എന്റെ ശത്രുവായി അവൻ ഇനി എന്നെ അവിടെ കയറ്റിയില്ലെങ്കിൽ എന്റെ ശത്രു കണ്ണനാണെങ്കിൽ അവരുടെ ജീവിതം ഞാൻ നശിപ്പിക്കുമെന്ന് മേഘൻ വെല്ലുവിളിച്ചിട്ട് പോവാണ്. ഇതിനിടയ്ക്ക് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ കമലേശ്വരത്തി എന്നു. അപ്പൊ എല്ലാരും എല്ലാം അറിഞ്ഞിട്ട് നോക്കി നിൽക്കുവാണ്. കണ്ണൻ കയറി ചെന്നിട്ട് ചോദിക്കുവാണ്, എല്ലാരും എല്ലാം അറിഞ്ഞല്ല കാര്യങ്ങളൊക്കെ, എല്ലാവരുടെയും ഫേസിൽ നിന്ന് വായിച്ചറിയാമെന്ന് പറയുവാണ്. അപ്പം മഞ്ജു പറയുവാണ്, ഇവൾ ഒറ്റ ഒരുത്തിയാണ് കാരണം, ഈ കുടുംബം നശിപ്പിക്കാൻ ഇവള് വന്നു കയറിയ പിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം. ഇവൾ ഓരോന്ന് വന്നിട്ടാണ് കണ്ണേട്ടനെ ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നത് പറയുവാണ്. അപ്പൊ കരുണ ചോദിക്കുവാണ്, നിനക്കെങ്ങനെ മേഘേട്ടനെ അറിയാം, മേഘേട്ടൻ ഈ കാര്യങ്ങളൊന്നും നീ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പൊ പറയുന്നത്, കല്യാണത്തിന് മുമ്പാണ്, എനിക്കല്ലെങ്കിലും ആ വീട്ടിൽ സ്വാതന്ത്ര്യം ഒന്നും ഇല്ലായിരുന്നു, എന്റെ അമ്മ മാത്രമല്ലായിരുന്നു എനിക്ക് കൂട്ട്. നിന്റെ അച്ഛനോട് പറഞ്ഞാൽ നിന്റെ അച്ഛൻ അതെല്ലാം എന്റെ മണ്ടക്കാക്കി തരും, കുറ്റങ്ങളും കുറവുകളും എല്ലാം. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം പറയാഞ്ഞതാണ്. അതുകൊണ്ട് മേഘനിട്ട് ഞാൻ കൊടുത്തതാണ്, അവൻ എന്നെ ശല്യപ്പെടുത്തുക എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പറയുവാണ്.
അതിനിടയ്ക്ക് ഇവരാണെങ്കിൽ മഹാലക്ഷ്മിയുടെ കുറ്റം പറയുവാണ്, നിന്റെ ഭാര്യ പറഞ്ഞ് നീ കേൾക്കത്തുള്ളൂ, ഇവളെല്ലാം കള്ളത്തരവാ പറഞ്ഞെന്ന് പറയുവാണ്. അപ്പൊ കണ്ണൻ ചോദിക്കുവാണ്, നിങ്ങൾ സാഗറിന്റെ ഒക്കെ കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളെല്ലാം കണ്ടതല്ലേന്ന്. അപ്പൊ ഉണ്ണി പറയുക, അതൊക്കെ AI ആയിരിക്കും, ഇപ്പോഴത്തെ സാങ്കേതിക ഓരോ കാലഘട്ടത്തില് ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ നമുക്ക് ഒപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പൊ കണ്ണൻ പറയുവാണ്, അപ്പൊ കരുണ അതിന് സപ്പോർട്ട് പറയുവാണ്, അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് സാഗറിന്റെ മറ്റേ വിഷ്വൽസ് കാണിച്ചത് ഫേക്ക് ആണ്. അപ്പൊ കണ്ണൻ പറയുവാണ്, എനിക്കൊന്നും പറയാനില്ല നിങ്ങളോട്, നിങ്ങളുടെ ഇഷ്ടം പോലെ, പക്ഷെ മഞ്ജു മേഘനുമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന് പറയുക. അപ്പൊ മഞ്ജു പറയണത്, കണ്ണേട്ടനല്ല തീരുമാനിക്കുന്നത്, ഞാനല്ല തീരുമാനിക്കുന്നത്, ഞാനും മേഘനും തമ്മിൽ കുഞ്ഞിലെ തൊട്ടേ അടുപ്പമായിരുന്നു, എന്റെ ഇഷ്ടമാണെന്ന് പറയുവാണ്. അപ്പൊ കണ്ണൻ പറയുവാണ്, നിന്നെ ഞാൻ കൊച്ചിലെ തൊട്ടേ നിന്നെ ഞാൻ കണ്ടതാണ്, ഉണ്ണിയെക്കാളും കൂടുതൽ നിന്നെ സ്നേഹിച്ചത് ഞാനാണ്, അതുകൊണ്ട് നിനക്കൊരു പ്രശ്നം വരുന്നത് എനിക്ക് താല്പര്യമേ ഇല്ല, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ലെന്ന് കണ്ണൻ മഞ്ജുവിനോട് പറയുവാണ്. മഞ്ജുവിനും എല്ലാവർക്കും മഹാലക്ഷ്മിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്നിട്ട് അവർ രണ്ടും അങ്ങ് അകത്തോട്ട് കയറി പോവാണ്. അപ്പൊ മഞ്ജു പറയുവാണ്, എന്തായാലും ഞാൻ ഈ കല്യാണത്തിന് പിന്മാറത്തില്ലെന്ന്. അപ്പൊ ഉണ്ണി പറയുവാണ്, എന്തായാലും അയാള് സർവ സർവ ഇത് എന്നുവെച്ചാൽ കല്യാണം വലിയ ഗ്രാൻഡ് ആയിട്ടൊന്നും ഒരിക്കലും നിന്റെ നടത്താൻ പോകുന്നില്ല അയാളെന്ന് പറയുവാണ്. മഞ്ജു ആണെങ്കിൽ ഇങ്ങനെ കലി കൊണ്ടിരിക്കുവാണ്. ഇതിനിടയ്ക്കാണെങ്കിൽ വാമനും പ്രതാപനും കൂടി ഇവരെ കൊല്ലാൻ വേണ്ടിയുള്ള പ്ലാനിങ് ആണ്. അപ്പം വാമൻ പറയുവാണ്, എടോ നമ്മുടെ പിള്ളേരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി ഇവനും ഇവളും സമ്മതിക്കത്തില്ല, മഹാലക്ഷ്മിയാണെങ്കിൽ കണ്ണനെ എരിവ് കയറ്റിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ പ്രതാപൻ പറയുവാണ്, എന്തുവാ വാമേട്ടാ, പിള്ളേരൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ഒളിച്ചുകളിയൊക്കെ ഇല്ലേ, നമ്മളൊക്കെ എത്രയോ പോയിട്ടുണ്ട്, അതായത് പെണ്ണുങ്ങളുടെ പുറകെ പോയിട്ടുണ്ട്, അതൊക്കെ മേഘൻ ചെയ്തൊരു തമാശയല്ലേ, അതൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുവാണ്. അപ്പൊ വാമൻ പറയുവാണ്, നിങ്ങൾക്ക് മേഘനെ അറിയത്തില്ല, അവൻ ഭയങ്കര പകയായിട്ടിരിക്കുക, അതിനൊക്കെ എന്റെ മോൻ മിടുക്കനാണ് ഉടായിപ്പ് കാണിക്കാൻ വേണ്ടി, അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യുവാണെങ്കിൽ എല്ലാവരെയും കൂടെ കൂട്ട് ചെയ്യണം, തന്നെ ചെയ്യലെന്ന് പറയുക. അപ്പൊ പ്രതാപൻ പറയുവാണ്, നമ്മൾ എന്തെല്ലാം ചെയ്തു ഇവർക്കെതിരെ, ഒന്നും നടന്നില്ല, എല്ലാം ചീറ്റിപ്പോയി, അതുകൊണ്ട് ഇവരെ വകവരുത്തുക അടുത്ത ലക്ഷ്യം, മാമേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ഞാൻ ചെയ്തോളാം, ഞാൻ വക വരുത്തിക്കോളാം, രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഞാൻ തട്ടുമെന്ന് പറയുവാണ് പ്രതാപൻ. അങ്ങനെ മഹാലക്ഷ്മിയെ കണ്ണയും കൂടെ വകവരുത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണ് രണ്ടുപേരും. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലെ റിവ്യൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്